ഇനി ഈ വേദിയിലേക്ക് കവിത ചൊല്ലുവാനായി ഞാൻ സ്വാഗതം ചെയ്യുന്നു അമൃതരാജ്. അമൃതരാജ്, വേഷവിധാനത്തിലൊക്കെ ആകെ ഒരു മാറ്റമുണ്ട്. സ്മരണ എന്ന റൗണ്ടിൽ ഏത് കവിതയാണ് പാടാൻ പോകുന്നത്? പ്രശസ്ത കഥകളി നടനായിരുന്ന മാങ്കുളം വിഷ്ണു നമ്പൂതിരി ആശാനെക്കുറിച്ച് ശ്രീ വിഷ്ണു നാരായണൻ നമ്പൂരി സാർ എഴുതിയ കൃഷ്ണൻ എന്ന കവിതയാണ് ഇവിടെ ചൊല്ലുന്നത്. നെയ്യാമ്പൽ പോലെ പുലർതാരം കണക്കെൻ്റെ കൺചിമ്മിയോർമ്മയുണരുമ്പോ ആളുമോളി നാളം താളലയമേളം പീതാംബരം മുരളി പീതാംബരം മുരളി പീലിക്കിരീടമൊടു പീലിക്കിരീടമൊടു കേളീരസം ഹരിതവേഷം പൂവിട്ടു പൂവിലണയും തുമ്പി പോലെ കഴലാടി തിമിർക്കെ വിരിയും താളവട്ടം ആടിമുകിൽ മിന്നൽ പോൽ കൈമുദ്രമേൽ പുളച്ചൂഴിരുൾ കീറി വഴിയും ഭാവലാസ്യം തൂവെണ്ണ തൊട്ടധ തുരീയം വരെ സ്മൃതി നിലാവിൽ മുഴുകിക്കും പ്രപഞ്ചാനുരാഗം ആകെയും മലിഞ്ഞു കുളിരായ അമൃതമായി തരളബോധഗണമായ അന്തരംഗം ഒഴുകിയകലുന്നു തഴുകിയണയുന്നു പിന്നെ വെയിൽ മഞ്ഞുകളേഴാഗഹന ശാന്തിയായി പിന്നെ വെയിൽ മഞ്ഞുകളേഴാഗഹന ശാന്തിയായി നിന്നെ ചുഴന്ന കൈവല്യം ആ മട്ടിലുള്ളു പുറമാകെ നിറഞ്ഞു ഹരിനീലാർദ്ര വിസ്മയമുതിർക്കേ എവിടെ രഥഘോഷം കത്തിന വെടിപൂരം എവിടെ രഥഘോഷം കത്തിന വെടിപൂരം തിരുവല്ലഭ ക്ഷേത്ര നടയിലമിതോത്സവം തിരതല്ലിയാർത്ത പുരുഷാരം കാലം കുതിക്കവേ മഹാനട ഇതെന്തു പുതുചോടുകൾ ഉദാത്ത താളങ്ങൾ എല്ലുകൾ തരിക്കെ പല്ലുകൾ ഞെരിക്കെ ചീറുന്ന കൗരവ സദസ്സിലൊരു ധീരമാം നാദമിതു നിൻ ദൃഢവിവേകം താരകവരൂധിനികൾ പോലെ വിടരും വിശ്വരൂപമിതു കൃഷ്ണ നീ തന്നെയോ ഞങ്ങളോ മർത്യജീവിതകഥ നൃത്യലീലയിതു നീ നിത്യനവ്യം നടിക്കേ അടിപതറിടുന്നു മുടിയിളകിടുന്നു ഓരാതെ കാലിലൊരു കൂരമ്പു കൊണ്ടപടി ചാരേ തളർന്നു വീഴുന്നു ഓ ഇന്നോളവും മിഴികൾ കൂമ്പാതെ രാവിന്നു പെൺമയണിയിച്ചു നിലകൊണ്ട നെടുവിസ്മയം ഹന്ത ജലരേഖകൾ കണക്കു വിലയിക്കയോ ചിന്തിയതു വിഭ്രാന്തിയോ സുഖസ്വപ്നമോ താളം നിലച്ചിന്നു വിശ്രാന്തിയിൽ കാലചേതനയിൽ നീ വീണുറങ്ങുവതു കാൺകേ
ഞാൻ അറിവൂ നീ വിഷ്ണുവല്ലോ. ചടുല പദതാളം ചിരവിരത കാലം. ചടുല പദതാളം ചിരവിരത കാലം രണ്ടും ഭവാന്റെ കളിമായങ്ങൾ. ശാശ്വതം നിൻ ചാരു കൈശോരഭാവം. ശാശ്വതം നിൻ ചാരു കൈശോരഭാവം. അമൃതരാജ് സർ, ഇത് കവി നമ്മുടെ വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറ് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ഭയങ്കര സന്തോഷമാവും. കാരണം അദ്ദേഹത്തിൻ്റെ കവിതയെ ഇങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് ചൊല്ലുക എന്ന് പറഞ്ഞത് അദ്ദേഹം സ്വപ്നത്തിൽ കാണില്ല. അത്ര ഭംഗിയായിട്ട് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ഒരു എന്താണ് ഒരു ട്രിബ്യൂട്ട് തന്നെയാണത്. ഓൾ ദ ബെസ്റ്റ്. നന്ദി സർ. ആലങ്കോട് സർ. അമൃതരാജെ, എന്തോ സർ? മേൽവസ്ത്രമൊക്കെ ഉരിഞ്ഞെറിഞ്ഞത് എന്ത് ഭാവിച്ചിട്ടാണ് വരുന്നതെന്ന് ഞാൻ ആദ്യം ഒന്ന് പരിഭ്രമിച്ചു. പക്ഷേ ചൊല്ലിക്കെട്ട് തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെയൊരു സാധ്യതയുണ്ട് കാവ്യാലാപനത്തിന്. നേരത്തെ ഉണ്ണായി വാര്യർ തൊട്ടൊരു പാരമ്പര്യം നമുക്കുണ്ടല്ലോ. മാലി മാധവൻ നായർ എഴുതി അവസാന കാലത്ത് വന്ന നമ്മുടെ കലാമണ്ഡലം ഹൈദരാലിയൊക്കെ പാടിയ വളരെ എന്തിഹമന്മാനസേ സന്ദേഹം വളരുന്നു അങ്കേശനാകും ഈ ഞാൻ എങ്ങ് പിറന്നവനോ എന്തിഹ. ആ കവിതയുടെ സഞ്ചാരം തന്നെയാണിത്. കവിതയുടെ ഒരു മാർഗമാണ്. അത് ഏറ്റവും ഹൃദ്യമായി അവതരിപ്പിച്ചതിൽ നന്ദി. നമോവാകം. നന്ദി സർ. നന്ദി സർ. മുരുകൻ സർ. അമൃതരാജ്, വളരെ സന്തോഷകരമായ ഒരു പ്രകടനം, ആലാപനം ആയിരുന്നു അമൃതരാജ് ചെയ്തത്. തീർച്ചയായും ഒരു കഥകളി നടൻ്റെ എല്ലാ പിന്നെ പ്രതിഭകളും ആഗ്രഹിക്കുന്ന പോലെ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പോലെ, വിജയ് മാഷിനെ പോലെ സ്വന്തം പ്രതിഭ ആയുടെ അവസാന നിമിഷം വരെ ജീവിച്ചിരിക്കുക എന്ന ആഗ്രഹം സഫലീകരിച്ച ഒരു പ്രതിഭയെ ഓർത്തുകൊണ്ട് എഴുതിയ കവിത. അത് ആ എല്ലാ അന്തരീക്ഷവും ഉണ്ടാക്കിക്കൊണ്ട് ചൊല്ലാൻ അമൃതരാജിന് കഴിഞ്ഞു. അർത്ഥത്തിൽ ആശംസകൾ. അപ്പോൾ എന്തായാലും അല്ലേ നമുക്ക് ഇനി മാർക്ക് ചോദിക്കാം. കാവാലം സർ. ഇനി ചെറിയ ചില ന്യൂനതകൾ ഉള്ളതുകൊണ്ട് സെമി ഫൈനൽ ആയതുകൊണ്ടും 30-ൽ 27. ആലങ്കോട് സർ. 40-ൽ 36 മാർക്ക്. നന്ദി സർ. ഇനി മുരുകൻ സർ. 30-ന് 27. 90 മാർക്കാണ് 100-ൽ കിട്ടിയിരിക്കുന്നത്. നമ്മളെ എന്നും നിരാശരാക്കാതെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഇനിയുള്ള കവിതകളുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുക. എല്ലാവിധ ആശംസകളും. നന്ദി ചേച്ചി.